Hi dear friends, Assalamu alaikum. Welcome back to my channel. ഇന്നൊരു കുഞ്ഞു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കലത്തപ്പം എന്നും കുക്കറപ്പം എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ. നല്ല ആരെടുത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത്. ഇതൊരു 1.5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയൊരു അപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നോക്കാം. അതിനെ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് നിറയെ പച്ചരി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുതിർത്ത് വെക്കണം. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ അപ്പക്കാരം, 1/4 കപ്പ് ചോറ്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്, 3 അണി ശർക്കര, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഇത് ചേർക്കുന്ന സമയത്ത് പറയാം. അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാനിനി മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ അരഞ്ഞ് കിട്ടണം നമുക്ക്. അതുകൊണ്ട് അരിയെല്ലാം ഞാൻ ഇതിലിടുന്നുണ്ട്. കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ചെറിയ ജാറിൽ തന്നെ നമുക്ക് എല്ലാം അരച്ചെടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചോറ്, തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഒരു ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ അതിൽ 3/4 കപ്പിൻ്റെ അടുത്തോളേ ആവുള്ളൂ. ഇനി ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം 3 അണി ശർക്കരയിലേക്ക് ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലപോലെ അരഞ്ഞ് കിട്ടണം നമ്മുടെ മാവ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് മെൽറ്റാക്കിയെടുത്ത ശർക്കര ചെറിയ ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് നല്ലപോലെ അപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ശർക്കര പാനിക്ക് ചൂട് വേണമെന്നുള്ളത് നിർബന്ധമാണ്. അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കര 2 ടൈപ്പ് ഉണ്ടാവും. വെള്ള ശർക്കര ആണെങ്കിൽ നമ്മുടെ അപ്പത്തിന് ഒരു വെള്ള കളറായി മാറും. ഏറ്റവും നല്ലത് ഈ ഒരു കളറുള്ള ശർക്കര ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അപ്പക്കാരം ചേർക്കാം. അത് ഇടുന്ന വീഡിയോ മിസ്സായി പോയതാണ്. 1/4 ടീസ്പൂണോളം അപ്പക്കാരം മതിയാകും. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1.5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. ഈ ഒരു അളവിൽ ഉള്ള മാവ് ഈ ഒരു കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായി കിട്ടും. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കാം. സൈഡിലേക്കൊക്കെ ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയോടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചെറിയ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ്. അങ്ങനെയുള്ളവർക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കേണ്ട. ഇത് രണ്ടും ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. മാവ് മുഴുവനായിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ വിസിൽ ഒഴിവാക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. ആദ്യം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കിട്ടും. ഇതാ കണ്ടല്ലോ. എന്നിട്ട് റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട് നടുവിലൊരു ഫോർക്കോ മറ്റോ വെച്ച് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് ക്ലിയറായി വരികയാണെങ്കിൽ അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ഈ കുക്കറപ്പം അല്ലെങ്കിൽ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.